നമസ്കാരം. 10 വർഷം തുടർച്ചയായി ഭരിച്ച പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPM സർക്കാർ ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാനുള്ള സാധ്യത അതിവിദൂരമാണ് എന്നാണ് സാധാരണ എല്ലാവരുടെയും വിലയിരുത്തൽ. അതാണ് യാഥാർത്ഥ്യവും. അത്രമാത്രം ഭരണവിരുദ്ധ വികാരമുണ്ട്, ജനഹിതത്തിൻ്റെ വല്ലാത്ത ആഘാതമുണ്ട്. ഒരിക്കൽ കൂടി പിണറായി അധികാരത്തിൽ വന്നാൽ കേരളം ഇല്ലാതാകും എന്ന് വിശ്വസിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല, CPMകാർ കൂടിയാണ്. പിണറായിയുടെ നേതൃത്വത്തിൽ ഒരു ഇടതുഭരണം കൂടി വേണ്ട എന്ന് വിശ്വസിക്കുന്നവരിൽ മഹാഭൂരിപക്ഷം CPMകാരും വരും. CPIM നിലനിൽക്കണമെങ്കിൽ ഇനി അധികാരത്തിൽ വരരുതേ തൽക്കാലം എന്നാണ് അവർ കരുതുന്നത്. എന്നാൽ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ എങ്ങനെയാണ് ജനഹിതത്തെ അട്ടിമറിക്കുന്നത് എന്ന് പിണറായിയെ ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. എല്ലാ അർത്ഥത്തിലും പരാജയത്തിൻ്റെ വക്കിലെത്തിയ പിണറായി ജീവവായുവായി സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഏതു തരത്തിൽ സമൂഹത്തെ ഭിന്നിപ്പിച്ച്, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് അധികാരം ഉറപ്പിക്കാം എന്ന് പിണറായി കൃത്യമായി മനസ്സിലാക്കി പരീക്ഷണം ആരംഭിച്ചു. അതിൽ ഒന്നാമത്തേത് ഹിന്ദു മുസ്ലിം ധ്രുവീകരണമുണ്ടാക്കി കൃത്യമായി മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ ഹിന്ദു വോട്ടുകൾ ഏകോപിപ്പിക്കുക എന്നതാണ്. ആ പണി ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനാണ് മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ പച്ചവെള്ളത്തിന് തീ പിടിക്കുന്ന വർഗീയത പറയുന്നത്. ഈ വർഗീയതയ്ക്ക് വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നു എന്ന് പല പ്രതികരണങ്ങളും തെളിയിക്കുന്നുണ്ട്. CPM അധികാരത്തിൽ നിന്ന് പോയാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മുസ്ലിം ഭരണമാണ് എന്നതിന് മുസ്ലിം ലീഗ് ഭരണം എന്ന് ഭംഗ്യാന്തരേണ പറയുന്നു എന്ന് തൊഴിച്ചാൽ CPMൻ്റെ വർഗീയതയ്ക്ക് വേറെ തെളിവുകളൊന്നും വേണ്ട. സഖാക്കൾ അത് ഏറ്റെടുത്ത് ഒരു പരിധിവരെ ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ മനസ്സിൽ സംശയത്തിൻ്റെ മൂന വീഴ്ത്തി കഴിഞ്ഞിരിക്കുന്നു. അത് വളരെ കൃത്യമായ സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് മാത്രം തികയില്ല എന്ന് പിണറായിക്കറിയാം. വികസനം ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് പുതിയ ഒരു പദ്ധതിയുമായി പിണറായി രംഗത്ത് വന്നിരിക്കുന്നു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, അവരുടെ വോട്ടവകാശത്തെ ഹൈജാക്ക് ചെയ്യാൻ പലതരത്തിലുള്ള പദ്ധതികളും പിണറായി കൊണ്ടുവരുന്നുണ്ട്. അതിലൊന്ന് കുട്ടികൾക്കുള്ള ക്വിസ് മത്സരമാണ്. എന്ന് വെച്ചാൽ പിണറായിയെ സ്തുതിക്കുന്ന തരത്തിൽ, പിണറായി ഒരു ഐക്കണാക്കി മാറ്റുന്ന തരത്തിൽ ഒരു ക്വിസ് മത്സരം ചീഫ് മിനിസ്റ്റർ ട്രോഫി എന്ന നിലയിൽ നടത്തുന്നുണ്ട്. തമാശകളും വിവരക്കേടുകളുമാണ് കുട്ടികളോട് ചോദിക്കുന്നതിൽ ഏറെയും. എന്നാൽ അതിനേക്കാൾ ഫലപ്രദമായ ഒരു തന്ത്രം CPIM ആവിഷ്കരിച്ചു. ഗൃഹ സന്ദർശന പരിപാടി. CPMന് കൃത്യമായി അറിയാം, ജനങ്ങൾ വെറുക്കുന്നു, ജനങ്ങൾക്ക് കടുത്ത പകയുണ്ട്. ഈ പകയും വിദ്വേഷവും അവർ ബാലറ്റ് പേപ്പറിൽ തീർക്കാതിരിക്കാൻ CPIM കുറുക്ക് വഴി കണ്ടെത്തിയതാണ് ഗൃഹ സന്ദർശനം. എല്ലാ മേഖലകളിലും പാർട്ടിക്ക് പ്രാദേശികമായി ബന്ധമുള്ളവരുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ ഒരു ടീം വീടുകൾ സന്ദർശിക്കണം. പ്രത്യേകിച്ച് സഖാക്കളുടെ വീടുകൾ, ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യുന്ന സാധാരണ മനുഷ്യരുടെ വീടുകൾ, കൂടാതെ എതിരാളികളുടെ വീടുകളിലും പോവാം. അങ്ങനെ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ആളുകൾ അവരുടെ രോഷം തീർക്കും. അതുകൊണ്ട് ആളുകൾ തെറിവിളിക്കും, ബഹളം വയ്ക്കും എന്നറിഞ്ഞു വേണം പോവാൻ. ആ രോഷപ്രകടനത്തിന് മുൻപിൽ പ്രകോപിതരാവരുത്. സൂക്ഷ്മതയോടെ, ശാന്തതയോടെ കേട്ടിരിക്കണം. അവർ പറയുന്നതും അവരുടെ വിചാരത്തിനും കാരണമുണ്ട് എന്ന് സമ്മതിക്കണം. അവരോട് പെരുമാറേണ്ടത് എങ്ങനെ എന്ന് കൃത്യമായ ഒരു രൂപരേഖ പോലും CPIM പുറത്തിറക്കിയിട്ടുണ്ട്. ആ രൂപരേഖയിൽ ഇങ്ങനെ പറയുന്നു: ഈ കുറിപ്പിൽ എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും പറയാനുള്ളതല്ല. വർത്തമാനകാലത്ത് ഉയർന്നു വരാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നമുക്കുള്ള നിലപാടാണ് ഇതിലുള്ളത്. ഇത് ഉൾക്കൊണ്ട് ഓരോ സാഹചര്യത്തിനനുസരിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ് വേണ്ടത്. നമുക്കെതിരായി നിരവധി കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് UDFും BJPയും തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചത്. അതിൻ്റെ കൂടി ഭാഗമായി നാം പ്രതീക്ഷിച്ച വിജയം നമുക്ക് നേടാൻ കഴിയാതെ പോയത്. അത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റിക്കൊണ്ടും നമ്മുടെ കാഴ്ചപ്പാട് അവരിൽ എത്തിച്ചുകൊണ്ടും പ്രവർത്തിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. വീടുകളുമായി നിരന്തരം ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകണം. അത്തരം പ്രവർത്തനങ്ങൾ തുടക്കമെന്ന നിലയിൽ പരിപാടി നാം സംഘടിപ്പിക്കുന്നത്. പിന്നെ എന്നു മുതൽ തുടങ്ങണമെന്നൊക്കെ പറയുന്നുണ്ട്. ജനുവരി 15 മുതൽ നടത്തുന്ന ഗൃഹ സന്ദർശനത്തിൻ്റെ പ്രധാന ലക്ഷ്യം ജനങ്ങളിലുള്ള ഇത്തരം തെറ്റായ ധാരണകൾ തിരുത്തുക എന്നതാണ്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ചുള്ള ധാരണകൾ മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. അതിനാൽ ജനങ്ങൾക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെ ജനങ്ങളെ കേൾക്കുകയുമാണ് വേണ്ടത്. ചെറിയ സ്ക്വാഡുകളെ വീട് കയറുന്നതായിരിക്കും ഉചിതം. വീട്ടുകാരുമായി പരിചയമുള്ളവർ സ്ക്വാഡിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. വീടിനകത്തിരുന്ന് സംസാരിക്കാനാണ് ശ്രമിക്കേണ്ടത്. കുടുംബ മേധാവികൾക്ക് അർഹതപ്പെട്ട പരിഗണന നൽകിക്കൊണ്ട് എല്ലാ അംഗങ്ങളുമായി സംസാരിക്കുന്ന രീതിയാണ് ഉണ്ടാവേണ്ടത്. ആ കുടുംബത്തിൻ്റെ പൊതു പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് വേണം
ഇത്തരം ഇടപെടലുകൾ നടത്താൻ. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ചർച്ചകൾ ആരംഭിക്കണം. പ്രാദേശികമായ സ്ഥിതിഗതികൾ അന്വേഷിച്ചുകൊണ്ട് ചർച്ചകളിലേക്ക് കടക്കുകയാണ് വേണ്ടത്. തിരിച്ചടിയുണ്ടായ ഇടങ്ങളിലാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നതിൽ വെച്ച് തുടരാം. പൊതുവായ ധാരണയുള്ളവരാണെങ്കിൽ തെരഞ്ഞെടുപ്പിലെ പൊതുസ്ഥിതിയും ചർച്ച തുടങ്ങാവുന്നതാണ്. അതിലൂടെ നമ്മളെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ പറയിപ്പിക്കുകയും അത് ക്ഷമാപൂർവ്വം കേൾക്കുകയുമാണ് വേണ്ടത്. പലപ്പോഴും തെറ്റായ കാര്യങ്ങളായിരിക്കും അവർ പറയുക. അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന ധാരണയോടെ ഇവ കേൾക്കണം. പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കണം. ഇടയ്ക്ക് കയറി സംസാരിക്കുകയും ചെയ്യരുത്. വിമർശനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് ഇടപെട്ട് തിരുത്താനും കഴിയൂ. ഇങ്ങനെ വലിയൊരു സാധനം പോവുകയാണ്. ആളുകൾക്ക് പറയാനുള്ള വിമർശനം മുഴുവൻ കേൾക്കുക, ക്ഷമയോടെ കേൾക്കുക, എന്നിട്ട് പതിയെ പതിയെ അതിന് വിശദീകരണം കൊടുക്കുക. അങ്ങനെ ജനങ്ങൾക്ക് ഈ സർക്കാരിനോടും ഈ പാർട്ടിയോടുമുള്ള വിരോധം നേരത്തെ തീർക്കുക. ഇതിൻ്റെ കൂടെ ഇടയ്ക്കിടെ ഈ സ്ക്വാഡ് പോയി കാണണം. തെരഞ്ഞെടുപ്പിന് വരെ കാത്തിരിക്കരുത്. അപ്പം ഇതുവരെയുള്ള ജനങ്ങളുടെ ആശങ്ക നഷ്ടപ്പെടും. ഇതാണ് CPM-ൻ്റെ തന്ത്രം. ഇതിനെ ചെറിയ കാര്യമായി പരിഹസിച്ച് തള്ളരുത്. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെയാണ് ജനങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് കൃത്യമായ ധാരണയുള്ളത് കൊണ്ടാണ് അവർ ഈ പണിക്കിറങ്ങിയിരിക്കുന്നത്. BJP-ക്കാരും കോൺഗ്രസ്സുകാരും ഇതിനെ നിസ്സാരമായി കരുതരുത്. ജനങ്ങളുടെ വികാരം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ആരോട് ശത്രുത ഉണ്ടായാലും ആ ശത്രു നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് സംയമനത്തോടെ സംസാരിച്ചാൽ നമ്മുടെ ശത്രുത നമ്മൾ മറന്നുപോകും. അത് മനുഷ്യൻ്റെ രീതിയാണ്. ഇത് മനസ്സിലാക്കിയാണ് ശത്രുപക്ഷത്ത് നിൽക്കുന്ന സർക്കാർ തെരഞ്ഞെടുപ്പാകുമ്പോൾ വോട്ട് ചെയ്ത് ജനം പക വീട്ടാതിരിക്കാൻ നേരത്തെ പോയി തെറി കേൾക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അണികൾ മാത്രമല്ല, നേതാക്കളും വീട് സന്ദർശനം നടത്തുന്നു. ഈ വീട് സന്ദർശനത്തിലെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച പ്രേക്ഷകർ കാണുക. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, അതും നാട് 10 വർഷമായി ഭരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഗതികെട്ട അവസ്ഥയുടെ ദൃശ്യാവിഷ്കാരമാണ് നമ്മളിപ്പോൾ കണ്ട ഈ കാഴ്ച. പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ്, അതായത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയുടെ ജനറൽ സെക്രട്ടറി, CPM-ലെ ഏറ്റവും ഉയർന്ന പദവിയാണ്. കോൺഗ്രസിൻ്റെ AICC അധ്യക്ഷനെ പോലെ, BJP-യുടെ ദേശീയ പ്രസിഡന്റിനെ പോലെ ഏറ്റവും സുപ്രധാനമായ പദവിയാണ് CPIM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി. ആ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയാണ് ഒരു വീട്ടിൽ കയറി പാത്രം കഴുകുന്നത്. ആലോചിച്ച് നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് ഒരു വീട്ടിൽ കയറി പാത്രം കഴുകി വെക്കുന്ന കാഴ്ച. എങ്ങനെയാണ് ജനങ്ങളുടെ വെറുപ്പ് മാറ്റാൻ കഴിയുന്നതെന്ന് അവർക്കറിയാം. ഇപ്പോൾ ഈ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന പുറത്തു വരുന്ന വെറുപ്പുകളൊക്കെ നേരിട്ട് പോയി ആ വിദ്വേഷവും പകയും സ്വീകരിച്ച് അവരോട് ഐക്യപ്പെട്ടുകൊണ്ട് വോട്ട് നേടാനുള്ള തന്ത്രം. അല്ലെങ്കിൽ പിന്നെ ഒരു പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് വീടുകളിൽ കയറി പാത്രം കഴുകാൻ പറ്റുമോ? എല്ലാ പാർട്ടി ഘടകങ്ങളോടും അവർ പറയുന്നു, നിങ്ങൾ വീടുകളിൽ കയറൂ, ചായ കുടിക്കൂ, കുശലം പറയൂ, പാത്രം കഴുകൂ, തുണി അലക്കൂ. അങ്ങനെ അവരുടെ വിദ്വേഷവും പകയും തീരട്ടെ എന്ന്. CPIM-ന് രാഷ്ട്രീയം അറിയാം. കോൺഗ്രസ് പാർട്ടിയും BJP-യും അത് തിരിച്ചറിയുന്നത് അവർക്ക് നല്ലതായിരിക്കും.